हाय मेरे प्यारे बच्चों, सबको आदाब। 7ാം ക്ലാസ്സിൻ്റെ ഉറുദു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഘോഷത്തെക്കുറിച്ച്, തെഹ്വാറിനെ കുറിച്ച് നോട്ട് ചെയ്താൽ. അതിൻ്റെ ഒരു മോഡൽ ചോദ്യം തന്നിരിക്കുന്നത് കഴിഞ്ഞ ടേം എക്സാമിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്തേക്ക് ആകാശ് ദീപ് കാ സാത്തിഹും. ഇതൊരു പഹേലിയാണ്, ഒരു കടങ്കഥ പോലെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ ആകാശദീപത്തിൻ്റെ കൂട്ടുകാരനാകുന്നു. ആകാശദീപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രത്യേക ആഘോഷങ്ങളിൽ നമ്മൾ പടക്കം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പൊട്ടിക്കൂലേ, ഇത്തരത്തിൽ ആകാശത്ത് പോയിട്ട് പൊട്ടുന്ന ചിന്നിച്ചിതറുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്, പടക്കമാണ് ആകാശദീപ്. ഈ ആകാശദീപത്തിൻ്റെ സാത്തിഹും, അതിൻ്റെ കൂട്ടുകാരനാകുന്നു ഞാൻ. ഗർമേ ദിയാ ജലാത്തിഹും, എൻ്റെ ആഘോഷങ്ങളിൽ വീടുകളിൽ ദിയേ ജലാത്തിഹും, വിളക്കുകൾ ഞാൻ കത്തിക്കാറുണ്ട്. മീട്ടാ മീട്ടാ തെഹ്വാറും, ഞാനൊരു മധുരമുള്ള തെഹ്വാറും, ഒരു ആഘോഷമാകുന്നു. ബോലോ ബോലോ കോൻ ഹോമേ, പറയൂ ഞാൻ ആരാകുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് കുറച്ച് ആഘോഷങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണം അല്ലേ. ഇനി നോക്കൂ, പഹേലി പൂജിയെ നമ്മൾ തന്നിരിക്കുന്ന കടങ്കഥ നിങ്ങൾ വായിച്ചിട്ട് സഹി ജവാബ് ചുനിക്കലിയെ, ശരിയായിട്ടുള്ള ഉത്തരം എഴുതാൻ. എന്തിനെ കുറിച്ചാണ്? ഓണത്തിനെ കുറിച്ചാണോ? ഓണത്തിലാണോ നമ്മൾ പടക്കം പൊട്ടിക്കുക? അല്ല അല്ലേ. ഈദ് പെരുന്നാളിൻ്റെ ദിവസമാണോ? ഹോളിയിലാണോ? അല്ല, ദീപാവലിയിലാണല്ലേ. ദീപാവലിയാണ്. അപ്പം നമ്മൾ ചില ആഘോഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കേരളാക്കെ കൗമി തെഹ്വാർ എന്ന് ചോദിച്ചാലോ? കേരളാക്കെ കൗമി തെഹ്വാർ, കേരളാക്കെ കൗമി തെഹ്വാർ. കൗമി തെഹ്വാർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓണമായിരിക്കും അല്ലേ. കേരളത്തിൻ്റെ കൗമി തെഹ്വാറാണ് ഞാൻ. ഏതാണ്? ഓണമായിരിക്കും. അതുപോലെ ഈദ് മുസൽമാനൊക്കെ ഏക്ക് തെഹ്വാർ ഹേ. ഹോളിയുടെ പ്രത്യേകത എന്താണ്? രംഗോങ്ക തെഹ്വാറാണ് അല്ലേ. രംഗോങ്ക തെഹ്വാർ, രംഗോങ്ക തെഹ്വാർ, നിറങ്ങളുടെ ഒരു ആഘോഷമായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഹോളിയാണ്. ഇത്തരത്തിൽ ഓരോ ആഘോഷങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇനി നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ബച്ചോ ഹിന്ദുസ്ഥാൻ മേ ഇസ് തരഹ് കഹീ തെഹ്വാർ ഹേ. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ആപ്കാ പസന്ദീദ തെഹ്വാർ കോൺസാ ഹേ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാകുന്നു? ഇസ്കി ഖുസൂസിയാത്ത് ക്യാ ഹേ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാകുന്നു? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഘോഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാകുന്നു? അപ്നെ അൽഫാസ് മേ ലിഖിയേ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൂടെ എഴുതിയാലും. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച്, ഒന്നെങ്കിൽ ഓണമാകാം, ദീപാവലിയാകാം, ഈദ് പെരുന്നാളാകാം, ഹോളി ഹോളിയാകാം. ഇതിൽ ഏത് ആഘോഷത്തെക്കുറിച്ചും, ക്രിസ്മസ് ഉണ്ടല്ലേ, ക്രിസ്മസും എന്താണ്? ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ ചില തെഹ്വാറുകളുടെയൊക്കെ ആഘോഷങ്ങളുടെ പേര് എഴുതാൻ നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് കേരളാക്കെ കൗമി തെഹ്വാർ മനായ ജാത്തഹേം കിസി ഏക്ക് തെഹ്വാർ പർ നോട്ട് ലിഖിയേ. ഈ ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് കിസി ഏക്ക് തെഹ്വാർ പർ നോട്ട് ലിഖിയേ, ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ നമ്മൾ പഠിക്കുക. നോക്കൂ, ഓണത്തെക്കുറിച്ച് നോക്കാം. ഓണം ഹമാര കൗമി തെഹ്വാർ ഹേ, ഓണം നമ്മുടെ ദേശീയ ആഘോഷമാകുന്നു. ഓണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ആഘോഷമാകുന്നു. ഓണം കേരളാക്ക അഹം തെഹ്വാർ ഹേ, ഓണം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെഹ്വാർ ഹേ, ആഘോഷമാകുന്നു. ഇൻസാഫ് പസന്ത് രാജ, നീതിമാനായിട്ടുള്ള രാജാവ്. മഹാബലി കി യാദ് മേ, മഹാബലിയുടെ ഓർമ്മയിൽ ഓണം മനാത്തിഹിം, നമ്മൾ ഓണം കൊണ്ടാടുന്നു. നോക്കൂ, ഓണം ഹമാര കൗമി തെഹ്വാർ ഹേ, ഓണം നമ്മുടെ ദേശീയ ആഘോഷമാകുന്നു. ഓണം കേരളാക്ക അഹം തെഹ്വാർ ഹേ, ഓണം നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷമാകുന്നു. ഇൻസാഫ് പസന്ത് രാജ, ഇൻസാഫ് പസന്ത് രാജ, നീതിമാനായിട്ടുള്ള രാജാവ് എന്നാണ് ഇൻസാഫ് പസന്ത് രാജ എന്ന് പറഞ്ഞാൽ, നീതിമാനായിട്ടുള്ള രാജാവ്. മഹാബലി കി യാദ് മേ, മഹാബലിയുടെ യാദ് മേ, ഓർമ്മയിൽ ഓണം മനാത്തിഹിം, ഓണം കൊണ്ടാടുന്നു. ഓണം കേ ദിൻ, ഓണത്തിൻ്റെ ദിവസം പൂക്കളം ബനാത്തിഹിം, നമ്മൾ എന്തിടുന്നു? പൂക്കളം ഇടുന്നു. പൂക്കളം ബനാത്തിഹിം, നമ്മൾ എന്ത് ചെയ്യുന്നു? പൂക്കളം ഇടുന്നു. അതുപോലെ ഓണം സദ്യ കാത്തിഹിം, നമ്മൾ ഓണം സദ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? കാത്തിഹിം, നമ്മൾ കഴിക്കുന്നു. ഇസ് ദിൻ, ആ ഒരു ദിവസം ലോഗ് മുഖ്തലിഫ് കേലോമേ, ഇസ് ദിൻ, ആ ഒരു ദിവസം ലോഗ് ജനങ്ങൾ മുഖ്തലിഫ് കേലുമേ, വ്യത്യസ്ത കളികളിൽ മസ്റൂഫ് ഓത്തഹിം, മുഴുകുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് കൂടുതലും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ആഘോഷങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. ദീപാവലി, ഓണം, ഈദ്, ഹോളി, ക്രിസ്മസ് എന്നീ ആഘോഷങ്ങൾ പഠിച്ചു. അതിൽ കൗമി തെഹ്വാർ, കേരളത്തിലെ കൗമി തെഹ്വാർ ഓണം എന്നാണ്.
ഓണം ആണ്. അതുപോലെ തന്നെ എന്താണ് രംഗോം കെ തഹ്വാർ നിറങ്ങളുടെ ആഘോഷം എന്നായിട്ട് അറിയപ്പെടുന്നത് ഹോളിയാണ്. ഇത്തരത്തിലെ ആഘോഷങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് സെൻറ്റൻസ് തയ്യാറാക്കാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.